വെൽക്കം ടു ആസ്പയർ ഡിഫൻസ്. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. 2025 മിലിറ്ററി നഴ്സിംഗ് സർവീസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 5th കരസ്ഥമാക്കിയ നമ്മുടെ സ്റ്റുഡൻറ്റ് അഷികയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. കൺഗ്രാറ്റ്സ് അഷിക. താങ്ക് യു സർ. റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 5th നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷനായ AFMC പൂനെയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഈ മൂവ്മെന്റ് എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. ഫാമിലിയൊക്കെ എങ്ങനെ എന്ത് പറയുന്നു? എല്ലാവർക്കും സന്തോഷം. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ. ഓക്കെ. വീട്ടിലാരെങ്കിലും ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ആരുമില്ല. ആരുമില്ല. അഷിക സെക്കൻഡ് ടൈം ആണല്ലേ ഇപ്പം നീറ്റ് അപ്പിയർ ചെയ്തത്? ഫസ്റ്റ് ടൈം എഴുതിയ സമയത്ത് എത്ര ഉണ്ടായിരുന്നു സ്കോർ? 580. ഇപ്പോൾ 523. 523. ഓക്കെ ഓക്കെ. സോ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് അതോ നഴ്സിംഗ് പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ താല്പര്യമുള്ളതാണ്? എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളായിരുന്ന കാര്യം? ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ് കാര്യം ഉണ്ടായിരുന്നത് അല്ലേ? NDA എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. നീറ്റ് റിപ്പീറ്റർ ആണല്ലേ? സർ. സോ നീറ്റിന് ഫസ്റ്റ് ടൈം അപ്പിയർ ചെയ്ത സമയത്ത് മിലിറ്ററി നഴ്സിംഗ് സർവീസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. എന്ത് പറ്റി? അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു. ഇപ്പം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഇപ്പോൾ അപ്ലൈ ചെയ്തു, അങ്ങനെ ഓൾ ഇന്ത്യ റാങ്ക് 5 കിട്ടിയല്ലേ? സർ. സോ ഇതിനെപ്പറ്റി അറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ വീട്ടുകാരെ ഫാമിലിയായിട്ട് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യും? അപ്പം ഫാമിലിയുടെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു? അവരെല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ട് ഉണ്ട്. എന്താണ് എനിക്ക് ഇഷ്ടം ഈ ഫീൽഡിലേക്ക് പോകണമെന്ന് പറഞ്ഞു. Okay. മെഡിക്കൽ പ്രൊഫഷനിലൂടെ ഡിഫൻസ് ഈ ഒരു ഫീൽഡ് അങ്ങനെയായിരുന്നു ഇഷ്ടം. ഓക്കെ. സോ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാണെന്നുള്ളത് ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല ഇല്ല, ഒരു പ്രശ്നം. എല്ലാം ഓക്കെ ആയിരുന്നു. എന്താണ് ഇഷ്ടം? സാധാരണ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് അതായത് യൂണിഫോം സർവീസിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പം ചില പാരന്റ്സ് എതിർക്കാറുണ്ട്. അങ്ങനെയൊന്നും നേരിട്ട് നമ്മുടെ ഫാമിലിയിൽ ആരും അങ്ങനെ ഫുള്ളി ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടീവ് ആയിരുന്നു? അത് ഇനി വരുന്ന ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ ഓക്കെ. നല്ലതായിരിക്കും. നീറ്റിന് സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്ത സമയത്ത് 523 സ്കോർ കിട്ടി അല്ലേ? ഓക്കെ. സോ ഇതിനെ കുറിച്ച് അറിയുന്ന സമയത്ത് അതായത് നമുക്ക് കേരളത്തിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ കുറിച്ച് വളരെയധികം അവയർനെസ് കുറവാണ്. ഓക്കെ. അപ്ലൈ ചെയ്ത സമയത്ത് ഫ്രണ്ട്സ് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആരും ചെയ്തിട്ടില്ല. ആരും ചെയ്തില്ല. എന്താ റീസൺ? കാരണം ആർക്കും ആർമിയിലേക്ക് ഒരു താല്പര്യമില്ല. പിന്നെ ഫാമിലി ഇഷ്ടമുണ്ടെങ്കിലും ചിലരുടെ ഫാമിലി സപ്പോർട്ടീവ് അല്ല. ഓക്കെ. അഷിക ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞില്ല ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു? പക്ഷെ ആരും ഇല്ല, ഡിഫൻസ് ഫോഴ്സസിലേക്കുള്ള ഒരു എൻട്രി ആയതുകൊണ്ട് തന്നെ പല ഫാമിലീസും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ചിലർക്കൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷെ ഫാമിലി സപ്പോർട്ടീവ് അല്ല. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം ഒക്കെ അല്ലേ? അഷികയുടെ ഫ്രണ്ട്സും ഒരുപാട് പേരുണ്ടായിരിക്കും. സോ അവരൊക്കെ MBBS മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യയിൽ വളരെ ടോപ്പ് മോസ്റ്റ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ അല്ലേ? പലരും മിലിറ്ററി നഴ്സിംഗ് സർവീസ് വേർത്തല്ല എന്ന് വെച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കാറുണ്ട് അല്ലേ? സോ പക്ഷേ മിലിറ്ററി നഴ്സിംഗ് സർവീസിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ആർമിയിൽ 4 ഇയർ BSc നഴ്സിംഗ് സർവീസിന് ശേഷം ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ, കമ്മീഷൻ റാങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകണം യൂണിഫോം സർവീസിൽ, ക്ലാസ് 1 ഗ്രൂപ്പ് A ഗസ്റ്റ് ഓഫീസർ റാങ്കിലേക്ക്. പലർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറ്റി അറിയാൻ സാധിക്കുന്നില്ല. സോ അവരോട് അഷികയ്ക്ക് എന്താണ് പറയാനുള്ളത്? നീറ്റ് റിപ്പീറ്റേഴ്സിനോട് അല്ലെങ്കിൽ നീറ്റിന് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ ഒരു പാഷനേറ്റ് ആയിട്ട് പോകുന്നതല്ല. എനിക്ക് റിപ്പീറ്റ് ചെയ്തപ്പോൾ മനസ്സിലായതാണ്. എല്ലാവരും പേരിന്റെ മുന്നിൽ ഒരു ഡോക്ടർ, അതിനു വേണ്ടി ഒരു ഗമ, സൊസൈറ്റിയിലൊരു എടുപ്പ്, അതിനൊക്കെ വേണ്ടിയിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഈ മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ പറ്റി അറിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു സ്കീം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ എല്ലാത്തിനും മേലെ അല്ല ഡോക്ടർ. നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ എങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതെ അതെ, വെറും ഒരു ഡോക്ടർ എന്നുള്ളൊരു പേരിന് വേണ്ടി നമ്മൾ അതിന് പോകാൻ പാടില്ല. ജസ്റ്റ് നമുക്ക് അവിടെ നമുക്ക് ഒരു MBBS ഡിഗ്രി തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 4 ഇയർ BSc നഴ്സിംഗ് ഡിഗ്രി കിട്ടുന്നുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? സോ എന്തായിരുന്നു മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്തായിരുന്നു? എനിക്ക് ആർമി ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ മെഡിക്കൽ ഫീൽഡിലൂടെ അത് ചെയ്യാൻ പറ്റുക പറയുന്നത് വളരെയധികം സന്തോഷം. സന്തോഷം. നമ്മളെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന അവർക്ക് വേണ്ടി നമുക്ക് അതെ, എല്ലാത്തിലും ഉപരി നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അഷിക ആസ്പയർ ഡിഫൻസിന്റെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് കോച്ചിങ് പ്രോഗ്രാമിന്റെ പാർട്ടായിരുന്നു അല്ലേ? ജോയിൻ ചെയ്ത മുതൽ ഇപ്പം ഓൾ ഇന്ത്യ റാങ്ക് 5th കരസ്ഥമാക്കി വരെ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സോ ആ ജേണിയിൽ ഞങ്ങളുടെ സപ്പോർട്ടിനെ പറ്റി എന്താണ് അഷികയ്ക്ക് പറയാനുള്ളത്? നമുക്കൊരു സിലബസ് തരിക, അതിലൊക്കെ ഉപരി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയിരുന്നു. നിരന്തരം ഫോൺ വിളിച്ചും എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കുമായിരുന്നു. ഈ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഇവിടെ എത്തിച്ചത്. അല്ലാണ്ട് നമ്മൾ എത്ര പഠിച്ചാലും നമുക്കൊരു കോൺഫിഡൻസ് വേണം. എനിക്ക് സാധിക്കും, അവിടെ വരെ പോവല്ലേ, നമ്മൾ ഡൽഹി വരെ പോയ ഒരു എക്സാം ചെയ്താണ്. ഈ ഒരു മെന്റൽ സപ്പോർട്ട് നന്നായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ. സോ നമ്മുടെ എൻ്റെ കോച്ചിങ് പ്രോഗ്രാമിൽ ഏത് സെക്ഷനാണ് കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്? അതായത് നമുക്ക് കോഴ്സ് വീഡിയോസ് ഉണ്ട്, പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ഇന്റർവ്യൂ ഗൈഡൻസിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്. സോ ഇതിൽ ഏതാണ് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്? ഇന്റർവ്യൂ സെക്ഷൻ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു 5-6 ക്ലാസ് അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഫുള്ള് കണ്ടിരുന്നു. കൂടാതെ ഈ മോക്ക് ടെസ്റ്റ് അത് ഞാൻ പോകുന്നതിന്റെ തലേ ദിവസം വരെ ഞാൻ രാത്രി എഴുതി. മോക്ക് ടെസ്റ്റിൽ അതേപോലെയുള്ള പാറ്റേൺ തന്നെയാണോ ഡൽഹിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു? സെയിം പാറ്റേൺ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഫ്ലോ കിട്ടിയിരുന്നു. നമുക്കൊരു പെട്ടെന്നൊരു പുതിയ പാറ്റേൺ കാണുമ്പോൾ നമ്മൾ നെർവസ് ആവുക, അത്രയും സമയമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു
നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. സോ നമ്മുടെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൻ്റെ CBT അതുപോലെ തന്നെ ഇൻ്റർവ്യൂ പ്രോഗ്രാംസ് നടക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ് അല്ലേ? സോ ഡൽഹിയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഡൽഹിയിലെത്തി, നമ്മൾ CBT അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സോ ഒരു വലിയൊരു പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. സോ ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? പല കുട്ടികളും പേടിക്കാറുണ്ട് പാനലിൻ്റെ മുമ്പിൽ പോകുന്ന സമയത്ത്. അങ്ങനെ എന്തെങ്കിലും എക്സൈറ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ നല്ല കൂളായാണ് കയറി പോയത്. ഞാൻ ഫസ്റ്റ് ഞാനായിരുന്നു കയറിയത്. ഓക്കെ. പക്ഷെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്നെ ഒന്ന് നെർവസ് ആക്കി. യോധ ഫിലിം കണ്ടെന്നായിരുന്നു എന്നോട് ചോദിച്ചത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഇതായി. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ കാണാത്ത സാധനത്തിന് ചോദ്യം ചോദിച്ചിട്ട് അതിൽ നല്ലത് നമ്മൾ ഇല്ലാത്തത് തന്നെ പറയാം. ഐ ഡോണ്ട് നോ, ഐ ഡിഡ്ന്റ് വാച്ച് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ആദ്യം അവരിങ്ങനെ തമ്മിൽ നോക്കി, കണ്ടിട്ടില്ലേ, ഇനിയും കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് പെട്ടെന്ന് മാറ്റി ഞാൻ കണ്ടു എന്ന് പറയുന്നതിൽ നല്ലത് കണ്ടിട്ടില്ല എന്നുള്ള ഡിസിഷനിൽ തന്നെ അവിടെ ഉറച്ചു പറഞ്ഞു. അപ്പൊ അവര് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നു. സോ അഷിക നമ്മുടെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് കോച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു പാർട്ടായിരുന്നു അല്ലേ? സോ ഇത് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ ഈ കോഴ്സ്, നമ്മുടെ കോച്ചിങ് പ്രോഗ്രാം? കറക്റ്റ് ആയി ഒരു ക്ലാസ് ഒക്കെ കാണുകയാണെങ്കിൽ അഫോർഡബിൾ ആണ്. അത് വേർത്ത് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ജേർണിയിൽ? അപ്പോൾ ഒരുപാട് കുട്ടികൾ റിസൾട്ട് കിട്ടിയല്ലോ. അതെ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഡ്രീം ചെയ്യുന്നുണ്ട്. സോ അഷികയുടെ ഒപ്പീനിയൻ എന്താണ്? നമ്മുടെ കോച്ചിങ് പ്രോഗ്രാം ഇപ്പോൾ അവർ ഈ ഒരു ജേർണിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അഷികയുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഞാൻ എല്ലാവർക്കും സന്തോഷത്തോടെ സജസ്റ്റ് ചെയ്യും. കാരണം നമുക്കൊരു അതിനെപ്പറ്റി ഒരു ഐഡിയ എന്തായാലും കിട്ടണം. കാരണം അത്രയും കുട്ടികൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവിടെ പോയാലേ നമുക്ക് തിരിയാം. നമുക്ക് കേരളത്തിൽ അത്ര അതിന് അറിയപ്പെടാഞ്ഞിട്ടാണ്. അവിടെ നോർത്തിലൊക്കെ കുറെ കുട്ടികൾ അതിന് വരുന്നുണ്ട്. കാരണം ഇതൊരു ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും കുട്ടികൾ വരുന്നുണ്ട് അല്ലേ? വേറാണ് എല്ലാവരും. അവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ, പാരന്റ്സിന്റെ മക്കള് അവിടെ ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാം ഇതിന്റെ ബെനിഫിറ്റ്സ്. അപ്പൊ എല്ലാവരും അതിലേക്ക് അട്രാക്റ്റഡാ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ വേണമെങ്കിൽ ഇങ്ങനെ ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് ഒരുപാട് കുട്ടികൾ ഡൽഹിയിലേക്ക് പോവാതിരിക്കാറുണ്ട്. പല ഈ പ്രോസസ്സിനെ പറ്റി പേടിച്ചിട്ടോ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ നമുക്ക് ഇംഗ്ലീഷിൽ അത്രയും എന്താ പറയുക, ലാംഗ്വേജിൽ അത്രയും പ്രൊഫഷൻസി വേണമെന്നൊക്കെ വിചാരിച്ചിട്ട്. സോ എന്താണ് ആഷികയുടെ ഒരു അഭിപ്രായം? അതിനൊരു എക്സാമ്പിളാണ് ഞാൻ. എനിക്ക് ഹിന്ദി മര്യാദയ്ക്ക് അറിയില്ല, ഇംഗ്ലീഷ് മര്യാദയ്ക്ക് അറിയില്ല, മലയാളം മാത്രം മര്യാദയ്ക്ക് അറിയും. എന്നാലും അവിടെ പോയി നമുക്ക് നല്ല സ്ട്രെസ്സാണ്. അവിടുത്തെ ഓഫീസേഴ്സൊക്കെ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ ഹിന്ദി പറയുമ്പോൾ ഒന്ന് ഇംഗ്ലീഷിൽ പറയുമെന്ന് ചോദിക്കുമ്പോൾ അവർ ഷൗട്ടൊക്കെ ചെയ്യും. പിന്നെ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് ഒരു 4 ദിവസത്തെ കാര്യമല്ലേ അവിടെ പിടിച്ചു നിൽക്കുക നല്ലൊരു കാര്യത്തിന് വേണ്ടി. കംപ്ലീറ്റ്ലി നമ്മളെ പ്രോസസ് എൻജോയ് ചെയ്തു. നല്ല തന്നെയായിരുന്നു. നല്ലൊരു പുതിയൊരു അനുഭവമായിരുന്നു. സോ അതുപോലെ ഒരുപാട് കുട്ടികൾ മിലിറ്ററി നഴ്സിംഗ് സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് ലാസ്റ്റ് മൊമെന്റിലാണ്. അതായത് നീറ്റിന്റെ റിസൾട്ട് വന്ന് ഷോർട്ട് ലിസ്റ്റ് ആയി, എന്നിട്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന പോലുള്ളൂ. സോ നമ്മളിപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റിഗറസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഒരുപാട് കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റ്, നമ്മൾക്ക് ഈ പാറ്റേൺ ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളുടെ മിലിറ്ററി നഴ്സിംഗ് സർവീസിനുള്ള സിലബസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ജനറൽ ഇൻ്റലിജൻസ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അലോങ് ആയിട്ട് നമുക്ക് ഈ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ സാധിക്കില്ലേ? എന്താണ് അഷികയുടെ അഭിപ്രായം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു. കാരണം ഞാൻ നീറ്റിന് വേണ്ടി പഠിച്ചൊരു കുട്ടിയാണ്. അത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് ഞാൻ ഒന്നാമത് ഇത് അറിഞ്ഞില്ല. അപ്പോൾ അറിഞ്ഞിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ ഇവിടെ ഫോളോ ചെയ്യാം. നല്ല ടൈം ടേബിളൊക്കെ ഇട്ട് സിസ്റ്റമാറ്റിക് ആയി ക്ലാസ് ഒക്കെ കണ്ട്, ഇപ്പോൾ ആസ്പെയർ ഡിഫൻസിൽ ചേർന്നുകൊണ്ട് തന്നെ എനിക്ക് കുറേ ക്ലാസ്സസ് ആപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ ടൈം ടേബിളിൽ ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് ക്ലാസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ പാറ്റേൺ ഒക്കെ സെയിം തന്നെ, സിലബസ് സബ്ജക്ട്സ് ഒക്കെ വേറെ ഡിഫറെന്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് വലിയൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോമ്പറ്റീവ്, അതായത് നല്ല കോമ്പറ്റീഷനാണ് നീറ്റിൽ വരുന്നത്. സോ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. സോ അതിനിടയിൽ നമുക്ക് സ്ട്രെസ് ബേസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ. അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസിന് ഡെയിലി നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാതാലോ, നമുക്ക് നല്ല റാങ്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? അത് പറഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷൻ അത് നമുക്ക് അറിയാം അത് എത്രയുണ്ട്. ഈ ഒരു സ്ട്രെസ്സിന്റെ ഇടയ്ക്ക് ഇത് നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പം ജനറൽ നോളജ് ഉണ്ട്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂളായി വായിച്ചു പോകാന്നതേ ഉള്ളൂ. ന്യൂസ് പേപ്പർ വായിക്കാൻ വേണേ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാം, അത് മതി. എനിക്കിപ്പോ ഇന്റർവ്യൂവിൽ ചോദിച്ചത് 3 ജനറൽ നോളജ് ചോദിച്ചിരുന്നു. ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും നമുക്കിതൊരു സ്ട്രെസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായും. സോ ഷിക 12th കഴിഞ്ഞിട്ട് നീറ്റിന് ഒരു തവണ പ്രിപ്പയർ ചെയ്തു, അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം പ്രിപ്പയർ ചെയ്തു. സോ ഒരു വലിയ ലോങ് ജേർണി ആയിരുന്നു അല്ലേ? സോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. സോ ഈ റിഗറസ് പ്രിപ്പറേഷൻ ടൈമിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരിക്കും അല്ലേ? ഒരുപാട് നമുക്കിപ്പോൾ, അതായത് നമ്മളൊരു എക്സാമിന് പറയുന്ന സമയത്ത്, മോക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സ്കോർ കിട്ടുന്നുണ്ടാവുന്നില്ല. സോ ആ സമയത്തൊക്കെ നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവും.
സോ ആ സമയത്ത് എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ നമ്മൾ കീപ്പ് ചെയ്തത്? എനിക്ക് കിട്ടിയാൽ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഒറ്റയ്ക്ക് എടുക്കാറുണ്ട്, കണ്ണാടിയിലൊക്കെ നോക്കി. ഓക്കെ. പിന്നെ നമ്മൾ ഡ്രീം ചെയ്യുക, അത് കിട്ടിയ കഴിഞ്ഞാലുള്ള നമ്മുടെ ഒരു ലൈഫ് എന്താണ്, നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ടായിരിക്കുമല്ലോ 2 വർഷം അതിന് വേണ്ടി നമ്മൾ വേസ്റ്റ് ആക്കി എന്ന് പറയില്ല. എന്താ, എനിക്കിപ്പോൾ MBBS കിട്ടിയില്ല എന്ന് വെച്ചാൽ 2 വർഷം എൻ്റെ വേസ്റ്റ് അല്ല, അതെൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ലേണിംഗ് പാത്ത് ആയിരുന്നു മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക്. അതെ, അത് നല്ല ഇതിപ്പോൾ ലൈഫിലാണെങ്കിലും ഇപ്പോൾ പഠിക്കുന്നതല്ല, ഇപ്പോൾ ലൈഫിലാണെങ്കിലും അത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആയ കണ്ടീഷനിൽ ആരുമില്ല, പാരൻസ് ഇല്ല, കൂടെ ഹോസ്റ്റലിലായിരുന്നു, പാരൻസ് ഇല്ല, മോക്ക് ടെസ്റ്റിലൊക്കെ മാർക്കൊക്കെ ഡൗൺ ആവും, നല്ല വേരിയേഷൻ ഉണ്ടാവും. ടെസ്റ്റ് നമ്മുടെ ടഫ്നെസ് ഒക്കെ മാറുന്നതിനനുസരിച്ച് നല്ല വേരിയേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ടഫ് പേപ്പറിനായിരിക്കില്ല മാർക്ക് കുറയുക, സിമ്പിൾ പേപ്പറിനായിരിക്കും, സില്ലി മിസ്റ്റേക്സ്. നമ്മൾ നല്ല അവെയർ ആയിരിക്കും എല്ലാത്തിനെ പറ്റി, അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂണിഫോമിലുള്ള ആ ഒരു ഫോട്ടോ ഒക്കെ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. ആ ഒരു മോട്ടിവേഷൻ ആണ് എൻ്റെ ജേർണിയിൽ കീപ്പ് ചെയ്തത്. നമ്മളെപ്പോഴും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളെ പറ്റി എപ്പോൾ നല്ല ഡ്രീം ആയിരിക്കണം. ഈ ഇങ്ങനെ നമ്മളിങ്ങനെ ഡിമോട്ടിവേറ്റ് ആയ സമയത്ത് നമ്മൾ ഫാമിലിനൊക്കെ കോൺടാക്ട് ചെയ്യും, പാരന്റ്സിനൊക്കെ കോൺടാക്ട് ചെയ്യും, അച്ഛനമ്മയൊക്കെ സംസാരിക്കാറുണ്ടാവും. മാർക്കൊക്കെ കുറഞ്ഞ അപ്പോൾ വിളിക്കും, ഞാൻ കാര്യമൊക്കെ ചെയ്യും. ഓക്കെ. പക്ഷെ കരഞ്ഞ ഒരു സുഖമാണ്. അപ്പൊ അവരെ പറഞ്ഞ ഇങ്ങനെയുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നത്? ഒന്നും പേടിക്കണ്ട, ഇനിയിപ്പോ കിട്ടിയിട്ടില്ലെങ്കിലും ഇനി ആരും ഒന്നും പറയില്ല, അങ്ങനെ പറയും. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ധൈര്യമാണ്. ഓക്കെ ഓക്കെ. ആ ഒരു മോട്ടിവേഷൻ ആണ് ഈ എൻ്റെ ജേർണിയിൽ ഇപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ റാങ്ക് 5th വന്ന് നിൽക്കുന്നത്. അതെ, ഒരു സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ. എന്ത് വന്നാലും കുഴപ്പമില്ല, പഠിച്ചോ, കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ. അത് എൻഡ് ഓഫ് ദ വേൾഡ് ഒന്നല്ലല്ലോ. ഓക്കെ. നമുക്ക് ഇനിയും സമയമുണ്ട്, ഇനിയും വേണമെങ്കിൽ ഇനിയും ഇരിക്കുക, അതൊക്കെ അത്രേ ഉള്ളൂ. ഒരുപാട് കുട്ടികൾ ഇപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസിന് ഡ്രീം ചെയ്യുന്നുണ്ട്. അപ്പം അഷിക ഈ ജേണി കടന്നു വന്നു, ഓൾ ഇന്ത്യ റാങ്ക് 5th കിട്ടി, ഇപ്പം FMC പൂനെയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഈ പ്രിപ്പയർ ചെയ്യുന്ന നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസിന് ഡ്രീം ചെയ്യുന്ന കുട്ടികളോട് എന്ത് മെസ്സേജാണ് അഷികയ്ക്ക് നൽകാനുള്ളത്? എനിക്ക് ആദ്യമൊന്നും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു, ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ആദ്യമേ ഇത് നമുക്ക് അറിയാം, ഇതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ ആദ്യമേ ചെയ്ത്, എനിക്കിപ്പോൾ ഒരു 5th റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1st റാങ്ക് ഒക്കെ സിമ്പിളായി വാങ്ങാനുള്ളതേ ഉള്ളൂ. ആദ്യം തൊട്ടേ ഇതിന് ഒരു പാഷനേറ്റായി രണ്ടിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതായത് നീറ്റിനും അതുപോലെ MNSനും നന്നായിട്ട് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നീറ്റിന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ആ മാർക്കും വേണമല്ലോ നമുക്ക് ഷോർട്ട് ലിസ്റ്റ്. അപ്പോൾ കുറച്ച് നമുക്ക് സ്ട്രെസ് തോന്നുമ്പോൾ ഒക്കെ ജസ്റ്റ് വായിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുക, അതൊക്കെ നമുക്ക് എന്തായാലും സ്ട്രെസ്സാണ്. ഞാൻ വരക്കുമായിരുന്നു നീറ്റിന്റെ പ്രിപ്പറേഷൻ ടൈമിൽ, അതൊക്കെ എനിക്ക് സ്ട്രെസ് ബസ്റ്ററാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സ് വായിക്കാം, എനിക്കതിനെപ്പറ്റി അറിവില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് സിമ്പിളായി കിട്ടാനുള്ളത് ഉള്ളൂ. സോ അഷിക, വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. FMC പൂനെയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. 4 വർഷത്തെ പഠനത്തിന് ശേഷം ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ കമ്മീഷൻഡ് ആവട്ടെ. 2 stars ഷോൾഡറിൽ ഡ്രീം ചെയ്ത പോലെ നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു അഷിക. താങ്ക് യു സർ. സോ അതുപോലെ തന്നെ ഈ വർഷത്തെ ആസ്പയർ ഡിഫൻസിന്റെ എല്ലാ MNS ടോപ്പേഴ്സിനും ഓൾ ദ ബെസ്റ്റ്.